കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വെറും 4 ചേരുവകൾ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാലൊന്ന് തയ്യാറാക്കിയെടുത്താലോ? ആദ്യം തന്നെ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് നല്ലതുപോലെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞ് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടകളെല്ലാം ഉടച്ച് നല്ലതുപോലെ മിക്സ് ആക്കി നല്ല സ്മൂത്ത് ആയിട്ട് വന്നു കഴിയുമ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മിക്സ് നന്നായിട്ട് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി നല്ലതുപോലെ ലെവൽ ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ മിക്സ് ആക്കി എടുത്ത് ഇതും കൂടി ഒന്ന് മാറ്റിവെക്കാം. വേറൊരു പാനില് 1/4 കപ്പ് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് കാരമൽ ചെയ്തെടുത്തതിന് ശേഷം മൈദയുടെ മിക്സൂടെ ചേർത്ത് കുറുക്കിയെടുക്കാം. ഇത് സെക്കൻഡ് ലെയർ ആയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി.